നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കാത്ത, നിങ്ങളോട് ഒരു വിരോധം വെച്ച് പുലർത്തുന്ന ആ ഒരു വ്യക്തി ആരാണ്? ഒരുപക്ഷെ പലരും ഇതിനോടകം തന്നെ ആ ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ഇത്രയധികം വിരോധം തോന്നാനായിട്ട് കാരണം? അവരുടെ എനർജി എന്താണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളോട് വിരോധമുള്ള ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ തൊഴിൽ ഇടത്തിലോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ ഒക്കെയുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് നിങ്ങളോടൊപ്പം ഒരേ ലക്ഷ്യത്തിനായിട്ട് ജോലി ചെയ്യുന്ന ഒരു ആളാണ് ആ ഒരു വ്യക്തി എന്നാണ്. ഒരുപക്ഷെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ആളായിരിക്കാം. അവർ പുറമേ നിങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ അഭിനയിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങളോട് കടുത്ത വിരോധം സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളോട് വിരോധം തോന്നാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരവുമൊക്കെ അവർക്ക് സഹിക്കാൻ കഴിയാത്തത് മൂലമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രശംസയും അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നതുമൊന്നും ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വിജയങ്ങൾ അവരുടേതിനേക്കാൾ മുകളിലാണെന്ന തോന്നൽ ആ ഒരു വ്യക്തിയിൽ കടുത്ത അസൂയ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി പുറമേക്ക് വളരെ ശാന്തതയോടെ വിവേകത്തോടെയൊക്കെ നടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് അവർക്കറിയാം. മറ്റുള്ളവരുടെ മുന്നിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ആ ഒരു വ്യക്തി. എന്നാൽ ഈ ഒരു ശാന്തതയും മാന്യതയുമൊക്കെ അവരുടെ വെറും മുഖം മൂടി മാത്രമാണെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെക്കാൾ മുകളിലാകാനായിട്ട് അല്ലെങ്കിൽ മികച്ചതാവാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കിടന്ന് തിളച്ച് മറിയുകയാണ്. അവർക്ക് വന്ന് ചേരേണ്ട പലതും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന തെറ്റായ ധാരണ ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേൽ കടുത്ത ദേഷ്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 7 ഓഫ് സോർട്സ് വ്യക്തമാക്കുന്നത് ഈ വ്യക്തി ശരിക്കും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണെന്നാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ വളരെ നല്ലവരായി സംസാരിക്കുകയും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതായിട്ട് കാണിക്കുകയും ഒക്കെ അവർ ചെയ്യും. പക്ഷേ നിങ്ങളുടെ പിന്നിൽ അവർ നിങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനയുകയും നിങ്ങളുടെ ഇമേജ് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അവർ വളരെ രഹസ്യമായിട്ടാണ് നിങ്ങൾക്കെതിരെ കരുക്കൾ നീക്കുന്നത്. കാരണം പരസ്യമായിട്ട് നിങ്ങളെ എതിർക്കാനായിട്ട് അവർക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഴ്ചകൾക്കായിട്ട് അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശക്കാരനാക്കാൻ അല്ലെങ്കിൽ മോശക്കാരിയാക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി അവർ ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തിക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളതാണ് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഈ കഴിവ് ഉപയോഗിച്ചാണ് അവർ നിങ്ങളെ അളക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കി അവർ മറ്റുള്ളവർ വഴി നിങ്ങൾക്കെതിരെ അത് പ്രയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം തകർക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്ക് നല്ലൊരു കാര്യം സംഭവിക്കുമ്പോൾ പുറമേക്ക് അവർ സന്തോഷിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അവർ നേരിടുന്നത്. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കാൻ പറ്റിയ വഴികളൊക്കെ എപ്പോഴും അവർ ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ്. കൂടാതെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതി തടയാൻ, നിങ്ങൾ പുതിയൊരു തലത്തിലേക്ക് ഉയരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്
നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. നിങ്ങളെപ്പോഴും ഒരേ സ്ഥാനത്ത് തന്നെ തുടരണം എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയിലെ നെഗറ്റീവ് ചിന്തകൾ അത്രയും ശക്തമാണ്. അതിനാൽ തന്നെ നിങ്ങൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ പോസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മടുക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് ഈ വ്യക്തി അവരുടെ ജീവിതത്തിലെ പരാജയങ്ങളിലും നിരാശകളിലുമൊക്കെ ജീവിക്കുന്ന ഒരു ആളാണെന്നാണ്. അവർക്ക് ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾക്ക് അവർ നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സന്തോഷം അവർക്ക് ലഭിച്ചില്ലല്ലോ എന്ന ഒരു വിഷമം അവരിൽ നിങ്ങളോട് കൂടുതൽ വൈരാഗ്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പഴയ സങ്കടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ചോ ഒക്കെ അവർ സംസാരിച്ച് അതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പഴയ സങ്കടങ്ങൾ ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ മൂഡ് നശിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. കൂടാതെ നിങ്ങളെ എപ്പോഴും ഒരു ആശയക്കുഴപ്പത്തിൽ നിർത്താനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് 2 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. അതിനാൽ തന്നെ ആ ഒരു വ്യക്തി ശരിക്കും നിങ്ങളുടെ സുഹൃത്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവാണോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ വ്യക്തി 2 രീതിയിലുള്ള സ്വഭാവം ഉള്ള ആളാണ്. അതായത് ഒരു ദിവസം നിങ്ങളോട് സ്നേഹം കാണിച്ചാൽ അടുത്ത ദിവസം പെട്ടെന്ന് അകൽച്ച കാണിക്കും. ഇത് നിങ്ങളിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. കൂടാതെ നിങ്ങൾക്കൊരു സാമ്പത്തിക വളർച്ചയോ അല്ലെങ്കിൽ നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാവുന്നതോ ഒന്നും ഈ വ്യക്തിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നേട്ടമോ നല്ല ജീവിത സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവരുടെ ഉള്ളിൽ കടുത്ത അസൂയയാണ് ഉണ്ടാവുന്നത്. അവർക്കില്ലാത്തത് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്ന ഒരു ചിന്ത അവരിൽ നിങ്ങൾക്ക് മേൽ കൂടുതൽ ശത്രുത തോന്നിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി നിങ്ങളുടെ ചിന്തകളെ പോലും ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് അവരെപ്പോഴും ഒരു നെഗറ്റീവ് അന്തരീക്ഷം കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ആളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിജയിക്കാൻ പോകുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾക്ക് സംശയം തോന്നാത്ത വിധത്തിൽ സ്നേഹത്തോടെ നിന്ന് തകർക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ടായിരിക്കാം. അതായത് നിങ്ങളെക്കൊണ്ടത് ചെയ്യാനായിട്ട് കഴിയില്ല അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ പരാജയപ്പെടും എന്ന രീതിയിൽ സ്നേഹത്തോടെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ദേഷ്യം തമാശ രൂപേണ കാണിക്കാറുണ്ടെന്നുള്ളതാണ്. അതായത് ഒരു തമാശ പറയുന്ന ലാഘവത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും അവർ ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ്. എന്നാൽ പിന്നീട് നിങ്ങളതിനെക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവരതിൽ നിന്നും ഒഴിഞ്ഞ് മാറുകയും ചെയ്യാറുണ്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ വ്യക്തിയുടെ നെഗറ്റീവ് സ്വാധീനം നിങ്ങളിൽ നിന്നും മാറാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞ് നടക്കാതെ രഹസ്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി കൂടുതൽ സമാധാനമുള്ള മാനസികാവസ്ഥയിലേക്ക് പോകണം എന്നുള്ളതാണ്. അതായത് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് ഇടപഴകാതെ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അവരോട് തുറന്ന് പറയാതെ അവരെക്കുറിച്ചുള്ള ചിന്തകൾ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയവും ഊർജവുമൊക്കെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ എത്രമാത്രം ശരിയായി വരുമെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ശരിയായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക.
വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.